ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാലുള്ള സാധ്യത അതിവിദൂരമാണ് എന്നേ പറയാൻ കഴിയും. മലമുറി കേസിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് ഇവിടുത്തെ സർക്കാരിന് അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടതല്ലേ? സർക്കാരിന് അറിയാമെങ്കിൽ അദ്ദേഹം തെറ്റുകാരനായിരിക്കില്ലല്ലോ. 24 ന്യൂസ് നേരത്തെ തന്നെ ഒരു വാർത്തയായിട്ട് തന്നെ പുറത്തുവിട്ടായിരുന്നല്ലോ. 24 ന്യൂസിൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായർ അദ്ദേഹം തന്നെ എന്തോ വാട്സപ്പ് ചാറ്റോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ അഴിമതിയൊക്കെ നടക്കുന്നത്, നേരിട്ട് പണം നൽകുകയല്ല, അങ്ങനെയാണ് അട്ടിമറി നടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരത് പരാതി കൊടുത്തിരിക്കുന്നു, ഔദ്യോഗികമായി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സമാനമായൊരു കേസ് മുമ്പ് കണ്ടത് റിപ്പബ്ലിക് ടിവിക്കെതിരെയാണ്. അർണബ് ഗോസ്വാമി സമാനമായ പണി നടത്തിയതിന് അദ്ദേഹത്തെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലിപ്പോൾ ഈ പരാതിക്ക് ആധാരമായ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കി, 24 ടെലിവിഷൻ ഹാജരാക്കി കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു അറസ്റ്റിന് സാധ്യതയില്ല. നേരത്തെ തന്നെ ഒരു കേസിലല്ല ഒന്നിലധികം കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാലുള്ള സാധ്യത അതിവിദൂരമാണ് എന്നേ പറയാൻ കഴിയും. മലമുറി കേസിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് ഇവിടുത്തെ സർക്കാരിന് അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടതല്ലേ? സർക്കാരിന് അറിയാമെങ്കിൽ അദ്ദേഹം തെറ്റുകാരനായിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹം തെറ്റുകാരനായിരിക്കില്ല. പക്ഷേ കോടതിയിൽ അത് ബോധിപ്പിക്കണം. കോടതിയിൽ അങ്ങനെ ഒരു കേസുണ്ട്. ആ കേസ് എവിടെയും ആയിട്ടുമില്ല. പിന്നെ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് കേസെടുക്കാൻ നിർബന്ധിതരായതാണോ പോലീസ്? അല്ല, ഒരു പരാതി കിട്ടിയ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ശ്രീകണ്ഠൻ നായരാണ് പരാതി കൊടുക്കുന്നത്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ നായരും ചെറിയ ആളല്ലല്ലോ. അദ്ദേഹം ഒരു വളരെ പ്രഗത്ഭനായ വർഷങ്ങളായി ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു പരാതി കൊടുക്കുമ്പോൾ കേസെടുക്കായിരുന്നു. അദ്ദേഹം നാളെ വെണ്ടയ്ക്ക നിരത്തില്ലേ 24-ൻ്റെ പരാതിയിൽ കേസെടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, കേസെടുത്തു. പക്ഷേ ഒരു കേസ് എത്രമാത്രം അന്വേഷിക്കും? നമ്മൾ മഹാരാഷ്ട്ര പോലീസ് അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ആളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ബാർക്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് നമുക്ക് സംശയിക്കാം. പക്ഷേ അതിനുള്ള തെളിവ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഒരു ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ സംബന്ധിച്ച് തെളിവ് കണ്ടെത്തുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമുക്ക് ഈ തട്ടിപ്പ് നടത്തുന്നവരായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധം വേണം. നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലേ ആ തട്ടിപ്പ് നമ്മുടെ സൈഡിലേക്ക് വരുള്ളൂ.